അവൻ തോട്ടല്ലേ പൊന്നാര ഹേസ് തോട്ടല്ലേ കേട്ടോ. 19 രൂപയുള്ളൂ ഇതിന്. ഇത് മറ്റേ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സാധനമാണ്. നമുക്കതുണ്ട്. വേണ്ട ഹേസ് അത് എടുക്കണ്ട, നമുക്ക് ഓൾറെഡി ഉണ്ട് വീട്ടില് സ്പൈസസ് ബോക്സ് ഉണ്ടല്ലോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കാണോ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കാണ് കേട്ടോ. ഇപ്പൊ നമ്മള് നമ്മുടെ ഓഫീസിന്റെ അടുത്താണ്. ഇക്കാക്ക് ഓഫീസിലേക്ക് കയറിയ സമയത്ത് ഞാൻ ഇൻട്രോ പറയാന്ന് ഓർത്തത്, അപ്പോഴേക്കും വന്നു. കാക്കമ്മ ഏത് കാക്കാണ്? ഹയാസ് ദേവണ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ചില്ല് ചെയ്യാൻ ഇറങ്ങിയേക്കാണ് അല്ലേ കാക്ക? എന്താ ചില്ലിങ്? ഒന്നല്ല, കുറച്ച് പഴം പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം, പലചരക്കൊക്കെ വാങ്ങിക്കണം. എന്താ ഹംനാന്റെ പ്രശ്നം? എന്താ? ഹംനാക്ക് ഇന്നലെ 1.5 വയസ്സിന്റെ വാക്സിനേഷൻ എടുത്തിട്ടോ. ഹയാസിന്റെ ഫേസ് ക്ലിയർ ആവണില്ല, സൺലൈറ്റ് അടിക്കുന്നുണ്ട് അല്ലേ ഹയാസ്? അപ്പൊ ഹംനാൻ ഇന്നലെ കൊണ്ടുപോയിട്ട് നമ്മള് 1.5 വയസ്സിന്റെ വാക്സിനേഷൻ എടുത്തു. അത് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഹംനാക്ക് ഇപ്പൊ 2 വയസ്സാവാറായി. 2 വയസ്സാവാൻ ഇനി 1 മാസം, ഒന്നര മാസം ഇല്ലല്ലേ കഷ്ടിച്ച്. അപ്പൊ നവംബർ 1-ാം തീയതി തന്നെ നമ്മൾ കൊണ്ടുപോയി ഹംനാനെ കുത്തിയിട്ടുണ്ട്. അതിന്റെ നല്ല പെയിൻ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ അതൊക്കെ കാരണം ഹംന ഭയങ്കര മൂഡൌട്ടാണ് കേട്ടോ. ഹംനാക്ക് കാലുവേദന എടുത്തിട്ട് നടക്കാൻ പറ്റണില്ല. നടക്കുകയാണെങ്കിൽ ആ വാക്സിന്റെ ഒരു ഇന്റൻസിറ്റി കുറച്ച് കുറഞ്ഞേനെ. പക്ഷെ അവള് വേദന എടുത്തിട്ട് ഇന്നലെ വൈകിട്ട് തൊട്ട് അത്യാവശ്യം വാശി കരച്ചില് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വാക്സിൻ എടുക്കുമ്പോൾ ഈ ഒരു വേദനയും പനിയും ഒക്കെ കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ ഇത്രയും വൈകിപ്പിച്ചത് എടുക്കാൻ. എല്ലാ വാക്സിനും എടുക്കണാണ്. ഹയാസിന് എല്ലാം എടുത്തിട്ടുണ്ട്, ഹംനാക്കും എല്ലാം എടുക്കാറുണ്ട്. അപ്പൊ ഒഴിവാക്കൂല, എന്തായാലും എടുക്കണം എന്നുള്ളതുണ്ടെങ്കിലും പിന്നെ ആവട്ടെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റില് ജൂലൈയിലോ അങ്ങനെ എന്തോ എടുക്കേണ്ടതായിരുന്നു ഇവൾക്ക്. പക്ഷെ നമ്മൾ എടുത്തില്ല. ഇങ്ങനെ വൈകിപ്പിച്ച് ലാഗ് അടിപ്പിച്ച് ഇപ്പൊ നവംബറിന് ഇപ്പൊ ടൈമില്ലല്ലോ. 2 വയസ്സായിട്ട് പിന്നെ 1.5 വയസ്സിന്റെ എടുക്കാൻ പോകണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ വേഗം പോയി എടുത്തിന്. ഇപ്പൊ 5 വയസ്സിലാണ് അടുത്ത ഇഞ്ചക്ഷൻ ഉള്ളത്. അതുവരെ ഇനി വൈറ്റമിൻസ് ഒക്കെയാണ്. അപ്പൊ ഹംനാക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഹംനാന്റെ എവിടെ കുത്തിയത്? സിസ്റ്റർ എവിടെ കുത്തിയത്? കാണിച്ചു കൊടുക്കോ? എവിടെയാണ് ഇഞ്ചക്ഷൻ വെച്ചത്? എവിടെയാണ് നോക്കണുണ്ട്. എവിടെ ഇഞ്ചക്ഷൻ വെച്ചത് ഹംനാടാ? കാണിച്ചെന്ന്. കുത്തിന്ന് പറഞ്ഞ പനിയാണെന്ന് പറഞ്ഞ് ഒന്നുമില്ല. ഭയങ്കര ആക്റ്റീവായിട്ട് നല്ല മൂഡിലൊക്കെ ഇരുന്ന് നല്ല കൊച്ചായിരുന്നു. അതിനെ കൊണ്ട് ഈ കുത്തി വെച്ച് ഇനിയിപ്പോ 2 ദിവസത്തേക്ക് ഇത് എന്തായാലും ഉണ്ടാവല്ലോ. ഇന്നലെ സാറ്റർഡേ ഉണ്ട് എടുത്തത്. സാധാരണ വെനസ്ഡേയിൽ പോയിട്ട് എടുക്കാറുള്ളത്. അപ്പോ അവിടുത്തെ നമ്മുടെ ആശാ വർക്കറിലെ ചേച്ചി പറഞ്ഞ് ഇന്നലെ ഉണ്ടായിരുന്നു വാക്സിനേഷൻ. അപ്പൊ ഇന്നലെ പോയിട്ട് എടുത്തു. ഇന്നിപ്പോ സൺഡേ ആയിട്ട് ഞാൻ ഓഫീസിൽ പോണില്ലല്ലോ. അപ്പൊ എന്തായാലും ഇവളുടെ കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് കേട്ടോ പോയിട്ട് എടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ എങ്ങടാ ആദ്യം പോണത്? നേരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്തിയിട്ട് പറയാം. നമുക്ക് 1-2 കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. മുന്നേ നമ്മൾ അവിടെ പോയപ്പോഴൊക്കെ നമുക്ക് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വെച്ചാൽ ബില്ലടിക്കുന്നതിന്റെ അവിടെ വന്നു കഴിയുമ്പോൾ അവർ പറയും അതൊന്നും അവരുടെ ബില്ലിൽ കയറ്റിയിട്ടില്ല, അപ്പൊ ഐറ്റം വേറെ എടുക്കണം എന്നൊക്കെ പറയും. അപ്പൊ ഒരു തവണ അങ്ങനെ ആയപ്പോ 2-3 സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ പോയി മാറ്റി. പക്ഷെ ഞങ്ങൾ എടുത്തതെല്ലാം അവർ വേറെ ബ്രാൻഡിന്റെ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം എന്നാ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇട്ടിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അവിടെ പോവാനായിട്ട് പ്ലാൻ ഉണ്ട്. ഞാൻ നല്ലൊരു വീഡിയോ കണ്ടപ്പോ അവിടെ അത്യാവശ്യം ഓഫർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കോ ഇല്ലയോ എന്ന് അറിയില്ല. അല്ല, അങ്ങോട്ട് പോകണുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് സാധനങ്ങൾ എടുക്കല് നടക്കോ ഇല്ലയോ എന്ന് അറിയില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഈ ലൈറ്റ് അടിക്കണോണ്ടട്ടെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കല് സെറ്റ് ആവണില്ല. അപ്പൊ അവിടെ പോണം. പിന്നെ ആദ്യം പോണത് ഹയാസിനെ കൊണ്ടൊന്ന് ഒരു സംഭവത്തിനാണ്. അതുകൂടി കാണിച്ചു തരാവേ. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സിഗ്നൽ ക്രോസ്. ഇന്ന് 2 സിഗ്നലും കിട്ടിയില്ലേ? പറൂർക്കോലം കിട്ടിയില്ല, ഇവിടെയും കിട്ടിയില്ല. വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനത്തെ അസുലഭ നിമിഷങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. എന്താ ആലുവ? നമ്മുടെ ആലുവ അല്ലല്ലോ ഇത്. നമ്മുടെ ആലുവ ഇങ്ങനെയല്ലല്ലോ സാധാരണ. ഏത് സാധനമാണോ ചേട്ടാ?
അമ്മ വെള്ളം എവിടെ? സോ നമ്മളിപ്പോ ആദ്യം വന്നേക്കുന്നത് ആലുവ പാർക്കിലേക്കാണ് കേട്ടോ. ഹയാസിനെയും കൊണ്ട് സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വന്നപ്പോൾ സ്കേറ്റ് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ഹയാസിന് പാർക്കിൽ ബാക്കി ഒന്നിലും കളിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്ന് ഹയാസ് ആദ്യം തന്നെ ഊനാലിലൊക്കെ ഒന്ന് ആടി സ്ലൈഡിലൊക്കെ ഇറങ്ങിയിട്ടാണ് കേട്ടോ സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രാക്കിലേക്ക് വന്നത്. അപ്പോഴേക്കും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇക്കാക്കി വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കിൽ നമ്മൾ വന്നതുകൊണ്ട് തന്നെ അന്ന് വന്നതിനേക്കാൾ കുറച്ചും കൂടി ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു സ്കേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഹയാസിന് ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. ഇന്ന് ഹയാസ് സ്കൂളിലാണ് കേട്ടോ സ്കേറ്റിംഗ് പഠിക്കുന്നത്. അപ്പൊ സ്കേറ്റിംഗ് ഷൂ എപ്പോഴും സ്കൂളിൽ തന്നെ കീപ്പ് ചെയ്യലാണ്. ഇപ്പൊ 2 വീക്കായിട്ട് ഹയാസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ മിക്കവാറും ഇപ്പൊ ഇതിന്റെ ഒക്കെ പുറത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ ഒരു ട്രാക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണല്ലോ പഠിക്കാനായിട്ട്. എന്നെ ഇക്കാക്കാനും തമ്മിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ പോകാനും നടക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്കാക്ക് ഇതിൽ താല്പര്യം ഇല്ലാന്നല്ല കേട്ടോ എന്ന് വെച്ച് ഉദ്ദേശിച്ചത്. ഞങ്ങൾ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ എനിക്ക് തന്നെയാണ്. ഇന്നിപ്പോ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴേ ഞാൻ വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അത് സ്കേറ്റ് ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ ആശാൻ ഇവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കുറെ മക്കളുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സ്കേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ മക്കൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന പാരന്റ്സിനെയാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരെയും. ഹംനാക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല. കുറെ നേരം ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു കേട്ടോ ഹയാസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്. പിന്നെ ഹംനാനെ കൊണ്ട് ഞാനൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവളൊന്ന് നടത്തിച്ചാലാണ് ഇനിയിപ്പോ ആ ഒരു കാല് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഹംന മൊത്തത്തിൽ ഒരു അബ്ബക്കുട്ടിയാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവൂലേ. കിട്ടിയ പൂവൊക്കെ കൊണ്ടുവന്ന് അബ്ബാന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അബ്ബക്കാണെങ്കിൽ ഹംനയുടെ ഒരു ചെവിയിൽ ഒരു പൂ വെച്ച് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണേ. കുറച്ചു നേരം ഞാൻ ഹംനാനെ നോക്കി. പിന്നെ ദൈക്കാക ഹംനാനെ കൊണ്ട് നടത്തിക്കാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും ഒന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 6:15 ആയിട്ടുള്ളൂ കേട്ടോ ടൈം. ലൈറ്റ് ഒക്കെ വീണ് കഴിയുമ്പോൾ ഈ സ്കേറ്റിംഗ് ട്രാക്ക് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. ബിഗിനേഴ്സ് ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു 6:30 ഹയാസിന്റെ സ്കേറ്റിംഗ് നിർത്തി. കാരണം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് കൂടി പോകാനുണ്ടല്ലോ. അപ്പൊ ഈ ഒരു പൊട്ടറ്റോന്റെ ഒരു സംഭവം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 70 രൂപയാണ്. സംഭവം ഇത് പിള്ളേരെ പറ്റിക്കലാണ്, അല്ലാതെ വേർത്ത് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അവരുടെ സന്തോഷത്തിന് ഇതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. ഹയാസിനെ കൊണ്ട് പാർക്കിലൊക്കെ കളിച്ചിട്ട് നമ്മൾ നേരെ വന്നേക്കുന്നു ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. വണ്ടി ഇടാൻ സ്ഥലമില്ല, പാർക്കിംഗ് ഇല്ല. ഇവിടെ സെക്യൂരിറ്റീനെ ഒന്നും കാണാനില്ല. ഞങ്ങളും വണ്ടിയിലിരിക്കണത് ബാക്കില് വണ്ടി വന്നിട്ട് അവരുടെ ലൈറ്റ് കൊണ്ടിട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ആളുകൾ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. സെക്യൂരിറ്റീനെ ഒന്നും കാണുന്നില്ല. നല്ല റഷ് ഉണ്ട്. അതിനാ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അവിടെ. ഒരു സെക്യൂരിറ്റി ഉണ്ട് അവിടെ. ആൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണ്ടേ. ഇവിടെ ഓഫർ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഓഫർ എത്രത്തോളം ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റൂല്ലയോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. പുള്ളി എന്താ മൈൻഡ് ചെയ്യാത്ത വന്നിട്ട്. കാറ് പാർക്ക് ചെയ്ത് അകത്ത് കയറിയപ്പോഴേക്കും ഹംന ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹയാസിന് അപ്പോഴേക്കും ഈ ട്രോളിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. ലുലുവിലെ ഹൈപ്പോമാക്കലൊക്കെ കയറുമ്പോൾ ഈ ട്രോളിയിൽ ഇവൻ ഇരിക്കാറുണ്ട്. അത് വെച്ചിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ലുലുവിലെ ആ ഒരു ട്രോളി വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി ഇതിന്റെ സൈസ് കുറച്ച് ചെറുതാണ് കേട്ടോ. അവനിക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. എന്നാലും അവൻ എന്താ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യം തന്നെ അവനിക്ക് വേണ്ട സാധനം തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അവന്റെ ടൂത്ത് പേസ്റ്റ് തീർന്നിട്ടിരിക്കായിരുന്നു. കിഡ്സിന്റെ കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ അവൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ വില്ലി വൈറ്റിന് ഒരു ഓഫർ കണ്ടിട്ട് അതാണ് വാങ്ങിയത്. പിന്നെ പുതിയ ബെഡൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് ബെഡ്ഷീറ്റിനോട് കുറച്ച് കൂടുതൽ കമ്പം എനിക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ബെഡ്ഷീറ്റ് നോക്കാണ്. 800 സംതിങ് വരുന്നതിന് 349 റുപ്പീസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. കാര്യമായ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ബെഡ്ഷീറ്റിൽ. ഉള്ളതിൽ നിന്ന് ഇതൊരെണ്ണാണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇക്കാക്ക അതിന്റെ മെറ്റീരിയൽ ഒക്കെ ഒന്ന് തൊട്ട് നോക്കാണ്. എനിക്ക് നോക്കിയപ്പോൾ കോട്ടൺ ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. എന്തായാലും ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നൂഡിൽസിനൊക്കെ അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഹയാസിന് ചിക്കൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് വാങ്ങിയത്. പിന്നെ ഈ ഒരു വാഷിംഗ് ലിക്വിഡ് അത് എവിടെ ചെന്നാലും ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം എന്തായാലും എടുക്കാറുണ്ട്. അടുത്തത് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ. എപ്പോഴും വീട്ടിൽ ഇടയ്ക്കിടക്ക് മിസ്സാവുന്ന ഒരു സാധനമാണ് നമ്മുടെ അടിച്ചുവാരി. ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിടും, പിന്നെ അത് കിട്ടില്ല. അങ്ങനെയാണ് കേട്ടോ അത് മിസ്സാവുന്നത്. ഉള്ള കളറിൽ നിന്ന് പിങ്ക് ആണ് ഹയാസിന് ഇഷ്ടമായത്. ഞാനപ്പോ ഗ്രീൻ ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. എനിക്കതാണ് ഇഷ്ടമായത്. അപ്പൊ അതെടുത്തു. അമ്മത്തോട്ടല്ലേ ഇപ്പൊ ഞാൻ ഹയസത്തോട്ടല്ലേ കേട്ടോ. 19 രൂപയുള്ളൂ കേട്ടോ ഇതിന്. ഇത് മറ്റേ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സാധനമാണ്. നമുക്കതുണ്ട്. വേണ്ട ഹയസ് അത് എടുക്കണ്ട, നമുക്ക് ഓൾറെഡി ഉണ്ട് വീട്ടില് സ്പൈസസ് ബോക്സ് ഉണ്ടല്ലോ. പാത്രങ്ങളുടെ ഒക്കെ ഒരു ലോഡ് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എമൗണ്ട് ഒക്കെ ആയിട്ട് വരാണെങ്കിൽ അത്യാവശ്യം ഓഫറിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഓഫർ എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് ടൈം എടുത്ത് എല്ലാം നോക്കിയും കണ്ടൊക്കെ വേണം കേട്ടോ വാങ്ങിക്കാനായിട്ട്. കാരണം ഓഫർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ചാടി എടുക്കാതെ അതിന് എത്രമാത്രം ഓഫർ ഉണ്ട്, വേർത്ത് ആണോ എന്നും കൂടി നോക്കിയിട്ട് വേണം ഇത് നമ്മൾ എടുക്കാനായിട്ട്. ഞങ്ങളുടെ ബാത്റൂമിലെ കപ്പ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. അപ്പൊ കപ്പിന് ഒരു 19 രൂപ ഒരെണ്ണത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ അതിനൊരു 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ കാര്യം പറയുകയാണെങ്കിൽ സെയിം മാനുഫാക്ചേഴ്സ് പല ബ്രാൻഡിൽ ഇറക്കിയേക്കുന്നതുണ്ട് കേട്ടോ. അതൊന്ന് നോക്കിയും കണ്ടും വേണം എടുക്കാനായിട്ട്. റേറ്റിലും അതുപോലെ തന്നെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഷുഗർ കോഫി ടീ എന്ന് പറഞ്ഞത് 99 റുപ്പീസ് ആണ് ആ ഒരു 3 പീസിന് ഉണ്ടായിട്ടുള്ളൂ. അമ്മ പിന്നെ ഇരുന്നിരുന്ന് കുറച്ച് ടെററായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പർച്ചേസിംഗ് കഴിഞ്ഞ് ഇറങ്ങാനുള്ള ധൃതിപ്പാടായിട്ടോ. ഇന്നത്തെ പർച്ചേസിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം സ്ലോയിലാണ് നമ്മൾ ചെയ്തത്. എല്ലാത്തിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അതിന്റെ ഇടയിൽ ഹയാസ ബില്ലിങ്ങിന്റെ അവിടെ നിന്ന് കുറച്ച് സീനായി തുടങ്ങിയപ്പോൾ ഞാൻ അവനോട് നമുക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ അവിടെ ചിക്കൻ നഗറ്റ്സ് അവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാനും ഹയാസും പോയിട്ട് എടുത്തു. ഹംനാക്ക് ഇക്കാക്കുള്ളത് ഞങ്ങൾ എടുത്തിട്ട് വന്നു കേട്ടോ. മുന്നേക്ക് ഉണ്ടല്ലോ ഞാൻ ഈ ഓഫർ എന്ന് പറയുമ്പോഴേക്കും അവിടെ അങ്ങോട്ട് ചാടി വീഴുമായിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ച് ബോധമൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇക്കാക്കായിട്ട് ഉണ്ടാക്കി തന്ന ബോധമാണ്. ഞാൻ പറഞ്ഞ ആ ബോധം മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ 4 കിലോ ഉള്ളി 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാറില്ലേ? ഈ 4 കിലോ ഉള്ളി 100 രൂപ ആകുമ്പോൾ 1 കിലോ ഉള്ളിക്ക് 25 രൂപയായിരിക്കും. ശരിക്കും ഷോപ്പിൽ വേണമെങ്കിൽ 25 രൂപ ഉണ്ടാവില്ല. ആ ഒരു കണക്കൂട്ടൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ബോധത്തിനെ പറ്റി സംസാരിച്ചത്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹയാസിന് ഒരു മിൽക്ക് ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഹയാസും ഹംനയും കൂടി ഷെയർ ചെയ്യാണ്. ഹംനാക്ക് ഇപ്പൊ നല്ല പെയിൻ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും വേഗം തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം ഹംനാക്ക് മെഡിസിൻ കൊടുക്കാനായിട്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് എന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പൊ ഉമ്മിച്ചി ഹംനാക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഹംന ഇരിക്കുന്നത് കണ്ടോ? ആ ഒരു കാലിങ്ങനെ പൊക്കി വെച്ചിട്ടാണ് കേട്ടോ അവളാ ഇരിക്കുന്നത് തന്നെ. വാക്സിൻ എടുത്തു കൊടുത്തൊന്ന് ടച്ച് ചെയ്താൽ തന്നെ ഹംന നല്ല കരച്ചിലാണ് കേട്ടോ. ഉമ്മിച്ചിനോടൊന്ന് ഞാൻ തൊട്ട് നോക്കാൻ പറഞ്ഞതാണ്. അതിന് ഉമ്മിച്ചി എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇക്കാക്കെ ഹയാസും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പൊറോട്ടയും ബീഫ് കറിയാണ്. ഹയാസിന് ഫുഡ് കഴിക്കുന്നതിനോടുള്ള ഇഷ്ടം നിങ്ങൾ ഇപ്പൊ തന്നെ കാണുന്നില്ലേ? ഇതൊക്കെയാണ് കേട്ടോ ഹയാസിന്റെ അവസ്ഥ. അങ്ങനെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെറും കൈയോടുകൂടി തിരിച്ചു പോകുന്ന പരിപാടിയില്ല. അപ്പൊ കുറച്ച് കരിക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 തേങ്ങയും കൂടി ഉമ്മിച്ച് കവറിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഹയാസ് കാറിൽ ചെരുപ്പ് ഊരിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇക്കാക്ക് എടുത്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ കാലിൽ ചെരുപ്പില്ല. അപ്പൊ റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹയാസ് ഈ അബ്ബയുടെ പുറത്ത് കയറിയേക്കുന്നത്. ഹംനയുടെ കാലാണെങ്കിൽ എങ്ങും തൊടാതെ എടുക്കേണ്ടത് കൊണ്ട് ഹംന എന്റെ ഒക്കെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ കയ്യിലെ കവർ ഉണ്ടല്ലോ ഉമ്മച്ചിയുടെ കയ്യിൽ, അത് ഞാനാണ് കേട്ടോ പിടിച്ചത്. അപ്പൊ ഹംനയുടെ ചെരുപ്പ് ഈ കാക്കയുടെ കയ്യിലുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഫോൺ വരുന്നുണ്ട്. ആ ഫോണൊന്ന് വെക്കുന്നത് വരെ അവനോട് താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ടും കൂടി അവൻ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ആ ഒരു കൊല കരിക്കുണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട്. ഈ കാക്ക മൊത്തത്തിൽ പെട്ടു ഗൈസ്. ഉമ്മച്ചിനോട് ടാറ്റാ ബൈ ബൈ സീ യു ഒക്കെ പറഞ്ഞിട്ട് നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. നമ്മുടെ വീട്ടിലേക്ക് ഈ കാറൊന്നും കയറാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതുപോലുള്ള അവസരങ്ങളില്. പിന്നെ നമ്മൾ കാറിന്റെ അങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഹയാസ് ആ പറമ്പിൽ പോത്ത് നിൽക്കുന്നത് കണ്ടത്. നേരത്തെ ഈ പോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഹയാസ് അവിടെ കരഞ്ഞ് കൂവി വിളിച്ചേനെ. എന്തായാലും കാറിന്റെ അടുത്തോട്ട് എത്തിയപ്പോഴാണ് ഹയാസ് ഈ പോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇക്കാക്കാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഡിക്കിയിൽ എടുത്ത് വെക്കുകയാണേ. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ പാനക്കോളത്ത് നിന്ന് നിക്കാടെ വീട്ടിലേക്ക് പോവാണ്. നമുക്കപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. കൊടുത്തോ മരുന്ന് കൊടുത്തോ. ഇനിയിപ്പോ ഹംന എന്തായാലും നമ്മൾ വീടെത്തുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഉറങ്ങുന്ന കൊച്ചിന് മരുന്ന് കൊടുക്കാൻ കുറച്ച് ടാസ്ക് അല്ലേ? അതിലും നല്ലതാണല്ലോ ഉണർന്നിരിക്കുമ്പോ കുറച്ച് കരഞ്ഞാലും ആ മരുന്ന് അങ്ങോട്ട് അകത്തേക്ക് ആക്കുന്നത്. അങ്ങനെ ഒരു വിധത്തില് മരുന്നൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹയാസും ഫ്ലാറ്റ് ആവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. വായിലൊരു കോലുമിഠായും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അവനിക്ക് ഉറങ്ങാനായിട്ട്. ഇനിയിപ്പോ എല്ലാവരും ഏതാണ്ട് വയറൊക്കെ ഫുൾ ആയതുകൊണ്ട് ഒരു സ്ലീപ്പിംഗ് മോഡിലാണ്. നമുക്കപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇനി വീട്ടിൽ പോട്ടെ കേട്ടോ. ബൈ.